CUT-ക്ക് ശേഷം അല്ലെങ്കിൽ CUT വന്നതിന് ശേഷം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് കുട്ടികളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു എന്നുള്ളതാണ്. അതെന്താണ് അങ്ങനെ അത് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ എത്തിയപ്പോൾ? ഡെഫിനറ്റ്ലി. കാരണം ഇതുവരെ, അതായത് ഇപ്പോൾ പാസ് ഔട്ട് ആയിട്ടുള്ള ബാച്ച് വരെ, കാരണം അവർക്ക് CUT അല്ലായിരുന്നു, ഒരു മലയാളീസിൻ്റെ കോട്ടയായിരുന്നു, പ്രത്യേകിച്ച് ഹിന്ദു കോളേജ് എന്ന് പറയുന്നത് നമ്പർ 1 കോളേജ്. സോ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ആക്ച്വലി ക്ലാസ്സിലിരിക്കുകയായിരുന്നു. അവിടെ ഞാൻ മാത്രമാണ് മലയാളി ആയിട്ടുള്ളൊരു കുട്ടിയും സൗത്ത് ഇന്ത്യൻ ആയിട്ട് പക്കാ സൗത്ത് ഇന്ത്യൻ ഞാനുള്ളൂ. അപ്പോൾ എന്നോട് പ്രൊഫസർ ഇങ്ങനെ ജനറലി ചോദിച്ചു, ഇത്രയും കാലം ഞാൻ ഹിന്ദിയും ഇംഗ്ലീഷും അറിയാത്തൊരു കൂട്ടം കുരങ്ങന്മാരെയാണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞു. അതിൽ എനിക്ക് മനസ്സിലായില്ല. പിന്നെ അതിനുശേഷം ഒരു ചോദ്യം, കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? കാരണം പ്രൊഫസേഴ്സിൻ്റെ മൈൻഡിലും കൂടെ അത്രയ്ക്കൊരു ഡിസ്ക്രിമിനേറ്ററി ചിലപ്പോൾ കാണാൻ പറ്റും. പക്ഷേ ഇൻ ദ എൻഡ് ഞാനപ്പോൾ എൻ്റെ സീനിയേഴ്സിനോടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവരിങ്ങനെയൊക്കെ പറയുമെങ്കിലും നീ ഒന്ന് എടുത്തു നോക്കിക്കേ, അതായത് ആ ടോപ്പേഴ്സ് ലിസ്റ്റ് കഴിഞ്ഞ വർഷങ്ങളിലാവട്ടെ, അതായത് സീനിയേഴ്സ് ആ ആധിപത്യം സ്ഥാപിച്ച വർഷങ്ങളിൽ മലയാളീസ് ആയിരുന്നു ടോപ്പ്. വൈ? ബിക്കോസ് നമുക്ക് കാലിബർ ഇല്ലാഞ്ഞിട്ടല്ല, അന്ന് നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ CUT എക്സാം വന്നതോടെ അത് അത്ര പ്രോസസ്സ് ഈസി ആയില്ല. കാരണം അതുവരെ നമ്മുടെ +2 മാർക്ക് ബേസിസിലായിരുന്നു അവിടെ അഡ്മിഷൻ നടന്നിരുന്നത്.